ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 തേർഡ് യൂണിറ്റ് ആണ്, വിച്ച് ഇസ് ടൈറ്റിൽഡ് ആസ് മീഡിയ മെഡ്ലി. സോ വാട്ട് ഡു യു മീൻ ബൈ മീഡിയ മെഡ്ലി? So let me give you a very simple explanation about the title. സോ മീഡിയ മെഡ്ലി എന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ പലതരത്തിലുള്ള അല്ലെ വിവിധ മാധ്യമങ്ങളുടെ ഒരു കൂട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ തരുവാണെങ്കിൽ മീഡിയ എന്ന് വെച്ചാൽ എന്താ? മീഡിയ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മീഡിയ, അല്ലേ? സോ മീഡിയ എന്ന് വെച്ചാൽ പത്രം, ന്യൂസ് പേപ്പർ, ടെലിവിഷൻ, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഒക്കെ, അല്ലെങ്കിൽ റേഡിയോ, ഇതിനെല്ലാം കൂടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീഡിയ എന്ന് പറയുന്നത്, അല്ലേ? സോ മെഡ്ലി എന്നാൽ എന്താ? മെഡ്ലി എന്നാൽ പല തരത്തിലുള്ള കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കലർത്തുന്നതിനെയാണ് നമ്മൾ മെഡ്ലി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു മിശ്രിതം എന്നൊക്കെ പറയില്ലേ, എല്ലാത്തിൻ്റെയും ഒരുമിച്ചുള്ള ഒരു കൂട്ടം, അതിനെയാണ് മെഡ്ലി എന്ന് പറയുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ന്യൂസ് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ ഒരേ സമയത്ത് നിങ്ങൾ ടി വിയും കാണുന്നുണ്ട്, പത്രവും വായിക്കുന്നുണ്ട്, അപ്പോൾ ഫോണിൽ ഇൻസ്റ്റഗ്രാമും നോക്കി, അപ്പം ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഒരേ സമയത്താണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീഡിയ മെഡ്ലി, അല്ലെ മീഡിയ മെഡ്ലിയാണ് അപ്പം നിങ്ങൾ അവിടെ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത്. കാരണം എന്താ? എല്ലാത്തിൻ്റെയും അല്ലേ ഒരു കൂട്ടം, എല്ലാം ഒരുമിച്ച് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെ ഇപ്പം ഒരു ബിസിനസ്സിൽ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നിങ്ങളുടെ ഒരു സാധനം നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യണം, നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ഉൽപ്പന്നം നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പലതരത്തിലുള്ള മീഡിയ അല്ലെ മാധ്യമങ്ങൾ യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാണ്. നിങ്ങൾ ടെലിവിഷനിൽ ആഡ്സ് കൊടുക്കുന്നു, ന്യൂസ് പേപ്പറിൽ ആഡ്സ് കൊടുക്കുന്നു, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നു. ഇതെല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ പല രീതിയിലുള്ളൊരു അഡ്വർടൈസിങ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പല രീതിയിലുള്ള മീഡിയാസ് യൂസ് ചെയ്താണ് നടത്തുന്നത്. സോ അതിനെയും നമ്മൾ എന്ത് പറയാം? മീഡിയ മെഡ്ലി എന്ന് പറയാം. അപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം കൂടി ഒരുമിച്ച് യൂസ് ചെയ്യുന്നു എന്നൊരർത്ഥം മാത്രമാണ് ഇവിടെ വരുന്നത്. സോഷ്യൽ മീഡിയ മാത്രമല്ല, മീഡിയ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുന്നു അങ്ങനെ. സോ ഇനി നമുക്ക് ആ ഒരു ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൽ കുറേ ഡിസ്കോഴ്സസ് എക്സാംസിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇതിൽ എങ്ങനെയാണ് നിങ്ങൾ ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റോറിയൽ എങ്ങനെയാണ് എഴുതുന്നത്, ന്യൂസ് റിപ്പോർട്ട് എങ്ങനെയാണ് എഴുതുന്നത്, സ്പോർട്സ് കമൻട്രി എങ്ങനെയാണ് ഒരു സ്റ്റോറി ഫീച്ചർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുണ്ട്, പല ചാപ്റ്റേഴ്സായിട്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നതും ടൈറ്റിൽ നോക്കുകയാണെങ്കിൽ വിമൻസ് വേൾഡ് എന്നാണ്. അത് ഒരു എഡിറ്റോറിയലാണ്. ഓക്കെ, എഡിറ്റോറിയൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ന്യൂസ് പേപ്പറിൽ ഒരു സ്പെഷ്യലി ഓരോ കാര്യത്തിന് ഡീറ്റെയിൽഡായിട്ട് കൊടുക്കുന്ന ഒരു പാർട്ടിനെയാണ് നമ്മൾ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു എഡിറ്റോറിയൽ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൻ്റെ പേര് വിമൻസ് വേൾഡ് എന്നാണ്. ഇത് വളരെ സിമ്പിളാണ്, കുറച്ച് മാത്രമേ ഉള്ളൂ. എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി ലെങ്തി ഒന്നും ആയിരിക്കത്തില്ല. സോ അതുപോലെ തന്നെ ഇതും വളരെ സിമ്പിളായിട്ട് ചെറുതായിട്ടാണ് ഉള്ളത്. നിങ്ങളപ്പോൾ ആ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പിക്ചർ കാണാൻ പറ്റും, ഒരു ഫോട്ടോ കാണാൻ പറ്റും. അതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും, അല്ലേ? ഒരു വിമൻസ് ക്രിക്കറ്റ് ടീമാണ്, അവർ ഏതോ ഒരു ഇവൻറ്റ് വിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് ഏത് ഇവൻ്റ് ആണെന്നും ഒക്കെ നമുക്ക് നോക്കാം. ആ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഇത് ദ ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ വന്ന എഡിറ്റോറിയലാണ്. November 4th, 2025 ഈ ഒരു എഡിറ്റോറിയൽ വന്നേക്കുന്നത്. എഡിറ്റോറിൻ്റെ താഴെ തന്നെ ഒരു ഇറ്റാലിക്സിൽ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. The World Cup win came after a long struggle on and off the field എന്ന് പറഞ്ഞാണ് അത് തുടങ്ങിയിരിക്കുന്നത്. സോ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു ലോകകപ്പിൻ്റെ വിജയം എന്ന് പറയുന്നത് ഫീൽഡിൻ്റെ അകത്തും പുറത്തും വർഷങ്ങളായിട്ടുള്ള ആ ഒരു കഠിനമായിട്ടുള്ള പോരാട്ടത്തിലൂടെയാണ് ആ ഒരു ലോകകപ്പ് വിമൻസ് ക്രിക്കറ്റ് ടീമിന് വിൻ ചെയ്യാനായിട്ട് പറ്റിയത്.
സോ നമുക്കിനി ചാപ്റ്ററിലേക്ക് കടക്കാം. ഓരോ സെൻറ്റൻസും വായിച്ചിട്ട് അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ് തരാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂ വേർഡ്സിൻ്റെ മീനിങ്ങും ന്യൂ ഫ്രേസസിൻ്റെയൊക്കെ മീനിങ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. At the midnight hour on a magical Sunday, Harmanpreet Kaur and her incredible women made their tryst with destiny. അപ്പോൾ ആ ഒരു അത്ഭുതകരമായിട്ടുള്ള ആ ഒരു മാജിക്കലായിട്ടുള്ള സൺഡേ, ഞായറാഴ്ച രാത്രിയിൽ, അർദ്ധരാത്രിയിൽ ഹർമൻപ്രീത് കൗറും അവരുടെ ആ ഒരു ടീം അംഗങ്ങളും ചരിത്ര നിമിഷം സൃഷ്ടിച്ചു എന്നാണ് ഫസ്റ്റ് സെന്റൻസ് പറയുന്നത്. അതായത് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ ട്രിസ്റ്റ് എന്നാണെന്ന് വായിക്കുന്നത് TRYST. ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ വിധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള മഹത്തായ നേട്ടം എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ. India was finally crowned world champions in women's cricket. സോ ഒടുവിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ ലോക ചാമ്പ്യന്മാരായിട്ട് കിരീടം ചൂടി. ഓക്കെ. It was a journey marked by long history of angst and joy, shaped by the sweat and dreams of pioneers such as Shanda Ramaswamy, Diana Edolji, Midali Raj, Julian Goswami. സോ ഈ ഒരു വിജയം ദുഃഖവും സന്തോഷവും ഒക്കെ നിറഞ്ഞതായിരുന്നു. ഓക്കെ. ആ ഒരു അവരുടെ ദുഃഖവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരു ദീർഘയാത്രയുടെ ഫലമാണ് ലോങ് ഹിസ്റ്ററി ഓഫ് ആങ്സ്റ്റ് ആൻഡ് ജോയ്. അവരുടെ ദുഃഖവും സന്തോഷവും നിറഞ്ഞ ആ ഒരു ദീർഘയാത്രയുടെ ഫലമായിരുന്നു. അപ്പം ഈ ഒരു യാത്രയ്ക്ക് അടിത്തറ പാകിയത് ആരൊക്കെയാണ്? ശാന്ത രംഗസ്വാമി, ഡയാന എഡുൽജി, മിതാലി രാജ്, ജൂലിയൻ ഗോസ്വാമി തുടങ്ങിയവരുടെ മുൻഗാമികളുടെ ആ ഒരു കഠിനാധ്വാനവും സ്വപ്നങ്ങളും കൂടെയാണ് ഇപ്പം ഈ ഒരു വിമൻസ് ക്രിക്കറ്റ് ടീം 2025 നേടിയെടുത്തത്. അപ്പം ആങ്സ്റ്റ്, ANGST, ആങ്സ്റ്റ് എന്ന് പറഞ്ഞാൽ വേദന, മാനസിക വിഷമം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. പയനിയേഴ്സ് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ. ഓക്കെ. ഷേപ്ഡ് ബൈ സ്വെറ്റ് ആൻഡ് ഡ്രീംസ് എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു കഠിനാധ്വാനവും സ്വപ്നങ്ങളും ഈ ഒരു വിജയത്തിന് വഴിയൊരുക്കിയത് എന്നാണ്. സോ ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം. In a high-stakes final befitting an ICC World Cup, India prevailed over South Africa by 52 runs at Navi Mumbai's D.Y. Patil Stadium, which turned into a teeming mass of rockets energy. സോ വളരെ ആവേശകരവും ഭയങ്കര നിർണായകവുമായിട്ടുള്ള ആ ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് പരാജയപ്പെടുത്തി. നവി മുംബൈയിലെ DY പട്ടേൽ സ്റ്റേഡിയം ആരാധകരുടെ ആവേശവും ആഘോഷവും കൊണ്ട് നിറഞ്ഞിരുന്നു. ഓക്കെ. അപ്പം ഹൈ സ്റ്റേക്സ് ഫൈനൽ എന്ന് വെച്ചാൽ വളരെ നിർണായകരമായ ഫൈനൽ മത്സരം. ഓക്കെ. വളരെ നിർണായകമായ ആ ഒരു ഫൈനൽ മത്സരം, ഹൈ സ്റ്റേക്ക് ഫൈനൽ. പ്രിവെയിൽഡ് ഓവർ എന്ന് പറഞ്ഞാൽ വിജയിച്ചു. ടീമിംഗ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകളാൽ നിറഞ്ഞ എന്നാണ് ടീമിംഗ് മാസ് എന്ന് പറയുന്നത്. റോക്കസ് എനർജി എന്നാണ് അത് വായിക്കുന്നത്. റോക്കസ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ആവേശവും ആർപ്പുവിളികളും ഒക്കെ നിറഞ്ഞൊരു അന്തരീക്ഷം. അതിനെയാണ് റോക്കസ് എനർജി എന്ന് പറയുന്നത്. This moment is as epochal as it was for Kapil Dev and his men in 1983 when they seized the World Cup at Lord's. സോ അപ്പോൾ ഈ ഒരു നിമിഷം 1983 കപിൽ ദേവും അദ്ദേഹത്തിൻ്റെ ടീമും ലോർഡ്സ് സ്റ്റേഡിയത്തിൽ ലോകകപ്പ് നേടിയ നിമിഷം, ആ ഒരു നിമിഷം പോലെ തന്നെ ചരിത്ര പ്രധാനമാണ് എന്നാണ് പറയുന്നത്. അപ്പം എപ്പോക്കൽ എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ എന്നാണ്. ഓക്കെ. സീസ്ഡ് ദി കപ്പ് എന്ന് പറഞ്ഞാൽ ലോകകപ്പ് സ്വന്തമാക്കി എന്നാണ് അർത്ഥം വരുന്നത്.
Next sentence, that caused a seismic shift in the way cricket was perceived and administered and paved the way for India to become a commercial behemoth. അപ്പം ഈ ഒരു വിജയം ഇന്ത്യയിൽ ക്രിക്കറ്റിനെ ആളുകൾ കണ്ടുകൊണ്ടിരുന്ന ഒരു രീതിയുണ്ട് അല്ലേ, കണ്ടിരുന്ന ഒരു രീതിയിലും അതിൻ്റെ ആ ഒരു ക്രിക്കറ്റ് നടപ്പാക്കുന്നതിലുമൊക്കെ വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് പറ്റി. അത് വലിയൊരു മാറ്റം ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ നമ്മളുടെ ക്രിക്കറ്റിൻ്റെ ക്രിക്കറ്റിൻ്റെ രംഗത്ത് ഇന്ത്യ ഒരു ഭയങ്കര വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് വളരാനുള്ള ഒരു വഴിയും കൂടെയാണ് തുറന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സെസമിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു മാറ്റം എന്നാണ്. അടുത്ത ഇനി പെർസീവ് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് മനസ്സിലാക്കിയത്, കണ്ടത് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേഡ് ചെയ്യുക, അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ല, അത് തന്നെയാണ്. അതെന്ന് വെച്ചാൽ നടത്തിപ്പിലുണ്ടായ ഒരു മാറ്റം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. പിന്നെ പേവ് ദ വേ എന്ന് വെച്ചാൽ വഴി ഒരുക്കി. കൊമേഴ്ഷ്യൽ ബിമോത്ത് എന്ന് വെച്ചാൽ വലിയ സാമ്പത്തിക ശക്തി. സോ ഇത്രയാണ് ആ ഒരു സെൻറ്റൻസിൽ വരുന്ന മീനിങ്. സോ നമുക്ക് നെക്സ്റ്റ് സെൻറ്റൻസിലേക്ക് പോകാം. എ സിമിലർ ടേൺ ഓഫ് ഇവൻറ്റ്സ് awaits ഹർമൻപ്രീത് ആൻഡ് കമ്പനി ആൻഡ് വിമൻസ് ക്രിക്കറ്റ് അറ്റ് ലാർജ്. സോ എന്താണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ, അതുപോലെ തന്നെ അല്ലേ വലിയ സാമ്പത്തിക ശക്തികളിലൊക്കെ വളർച്ചയും ഒക്കെ മാറ്റവും ഒക്കെ ഉണ്ടായെന്നാണ് നമ്മൾ നേരത്തെ ഒരു സെൻറ്റൻസിൽ പറഞ്ഞത്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അതുപോലെ തന്നെ ഹർമൻപ്രീത് കൗറിനെയും അവരുടെ ആ ഒരു ടീമിനെയും, അത് മാത്രമല്ല വനിതാ ക്രിക്കറ്റ് എന്നുള്ള ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു വനിതാ ക്രിക്കറ്റിനെയും എല്ലാം വലിയ മാറ്റങ്ങളും വളർച്ചയും ഒക്കെ കാത്തിരിക്കുന്നു എന്നാണ്. ടേൺ ഓഫ് ഇവൻറ്റ്സ് എന്ന് വെച്ചാൽ സംഭവ വികാസങ്ങളാണ് ടേൺ ഓഫ് ഇവൻറ്റ്സ്. എവെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നു. അറ്റ് ലാർജ് എന്ന് വെച്ചാൽ മൊത്തത്തിൽ. ഓക്കെ, ദി കോച്ച് അമോൽ മുജുംദർ ടു ഹാഡ് ഹിസ് മൊമെന്റ്. സോ അപ്പോൾ കോച്ച് അമോൽ മുജുംദറിനും ഈ ഒരു വിജയം അഭിമാന നിമിഷമായിരുന്നു. A domestic giant, he never got a chance to play for the senior men's team as his career ran parallel to the likes of Sachin Tendulkar and Rahul Dravid. സോ ഇപ്പം എന്താ പറയുന്നത്, നമ്മളുടെ ഈ കോച്ചില്ലേ, സോ അദ്ദേഹം ഒരു ആഭ്യന്തര ഡൊമസ്റ്റിക് ക്രിക്കറ്റിൻ്റെ ഒരു മികച്ച താരമായിരുന്നു എങ്കിലും സച്ചിൻ ടെണ്ടുൽക്കറും രാഹുൽ ദ്രാവിഡ് പോലുള്ള മഹാന്മാര് കളിച്ചിരുന്ന ആ ഒരു കാലത്ത് ആയിരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ സീനിയർ ടീമിൽ കളിക്കാൻ അവസരം ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. ഇപ്പം ഡൊമസ്റ്റിക് ജയന്റ് എന്ന് വെച്ചാൽ എന്താ, ആഭ്യന്തര ക്രിക്കറ്റിലെ ഒരു മികച്ച താരം എന്നാണ്. റാൻ പാരലൽ ടു എന്ന് വെച്ചാൽ ഒരേ കാലഘട്ടത്തിൽ നടന്നത്. Harmanpreet's feisty women ensured that their mentor finally understood what it means to prosper at highest level. സോ നമ്മുടെ ഹർമൻപ്രീത് കൗറും അവരുടെ ആ ഒരു ഭയങ്കര ഫീസ്റ്റി ആയിട്ടുള്ള ഭയങ്കര പോരാട്ട വീര്യമുള്ള ആ ഒരു ടീമും അവരുടെ ആ ഒരു പരിശീലകനായിട്ടുള്ള അമോൽ മജുംദാറിന് ഏറ്റവും ഉയർന്ന തലത്തിൽ കിട്ടുന്ന ആ ഒരു വിജയത്തിൻ്റെ ആ ഒരു സന്തോഷം അനുഭവിക്കാനായിട്ട് ഒരു അവസരം നൽകി അല്ലേ. കാരണം എന്താ, അദ്ദേഹത്തിന് തൻ്റെ ലൈഫിൽ വിജയിക്കാനായിട്ട് പറ്റിയില്ല. ക്രിക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരു കപ്പ് വിൻ ചെയ്യാനായിട്ടുള്ളൊരു അവസരമില്ലായിരുന്നു. അത് അദ്ദേഹത്തിനുള്ള ഒരു ട്രിബ്യൂട്ട് എന്നൊരു രീതിയിൽ വേണമെങ്കിൽ അവർ ആ ഒരു ടീം അംഗങ്ങൾ ഇപ്പം ആ ഒരു വിജയം നേടിക്കൊടുത്തിരിക്കുകയാണ്. ഓക്കെ,
ഫൈസ്റ്റി FEISTY ഫൈസ്റ്റി എന്ന് വെച്ചാൽ പോരാട്ട വീര്യമുള്ള, ഭയങ്കര പോരാട്ട വീര്യമുള്ള എന്നാണ്. മെൻറ്റോർ എന്ന് വെച്ചാൽ ആരാ? വഴികാട്ടി അല്ലെ പരിശീലകൻ എന്നൊക്കെയാണ് വരുന്നത്. പ്രോസ്പർ അറ്റ് ഹയസ്റ്റ് ലെവൽ എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്ന തലത്തിൽ വിജയം നേടുക. നെക്സ്റ്റ് പാരഗ്രാഫ്. ഹാവിംഗ് faltered in the 2005 and 2017 World Cup finals, India also had to be contented with the pressure of playing at home. അപ്പം 2005-ലും 2017-ലും ലോകകപ്പ് ഫൈനലിൽ തോറ്റ ഇന്ത്യക്ക് ഇത്തവണ എന്താണ്? സ്വന്തം നാട്ടിൽ കളിക്കുന്നതിൻ്റെ ആ ഒരു പ്രഷർ, ആ ഒരു സമ്മർദ്ദം നേരിടേണ്ടി വന്നു. ഓക്കെ, സോ ഫോൾട്ടഡ് എന്ന് വെച്ചാൽ പരാജയപ്പെട്ടു എന്നാണ് ഫോൾട്ടഡ്. കോണ്ടന്റഡ് വിത്ത് ദി പ്രഷർ എന്ന് വെച്ചാൽ ആ ഒരു സമ്മർദ്ദം ഏറ്റുവാങ്ങേണ്ടി വന്നു. When 3 league matches were lost on the trot against South Africa, Australia and England, the knives were out on social media. അതായത് ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് എന്നിവർക്കെതിരെ തുടർച്ചയായി 3 ലീഗ് മത്സരങ്ങളിലും ഇന്ത്യ തോറ്റപ്പോൾ സോഷ്യൽ മീഡിയയിൽ ടീമിനെതിരെ വളരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത്. ഓക്കെ, ഓൺ ദ ത്രോട്ട് എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട്. ദ നൈവ്സ് വെയർ ഔട്ട് എന്ന് വെച്ചാൽ കടുത്ത വിമർശനം ഉയർന്നു. സ്റ്റിൽ ദി team preserved and every game produced a new star, Pratika Raval for instance. So എന്നിരുന്നാലും ഇന്ത്യൻ ടീം ധൈര്യത്തോടെ മുന്നോട്ട് പോയി. ഓരോ മത്സരത്തിലും പുതിയ ഓരോ താരങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നു. ഉദാഹരണത്തിന് ഒരു പേര് പറയുകയാണെങ്കിൽ പ്രാത്തിക റാവൽ എന്നാണ് ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ഒരു സ്റ്റാർ ആയിരുന്നു, വേൾഡ് കപ്പിലെ ഒരു സ്റ്റാറിൻ്റെ പേരാണ് പ്രാത്തിക റാവൽ. സോ പ്രിസർവ്ഡ് എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? വിട്ടുകൊടുക്കാതെ മുന്നോട്ട് പോയി എന്നാണ് ഇവിടെ മീനിങ് വരുന്നത്. ഓക്കെ, ഇൻ ദി ഫൈനൽ ഷെഫാലി വർമ്മ ആൻഡ് ദീപ്തി ശർമ്മ turned in an all-round show while Smriti Mandhana was as solid as ever. So ഫൈനലിൽ ഷെഫാലി വർമ്മയും ദീപ്തി ശർമ്മയും ബാറ്റിങ്ങിലും ബോളിങ്ങിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഓക്കെ, സ്മൃതി മന്ദാന പതിവ് പോലെ തന്നെ മികച്ച പ്രകടനം തുടർന്നു. സോ ഓൾ റൗണ്ട് ഷോ എന്ന് വെച്ചാൽ ബാറ്റിങ്ങിലും ബോളിങ്ങിലും മികച്ച പ്രകടനം, ഒരു ഓൾ റൗണ്ടർ എന്നൊരു രീതിയിൽ. സോളിഡ് ആസ് എവർ എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും ഒരേപോലെ മികച്ചത് ആയിട്ടുള്ള രീതിയിൽ. ഓക്കെ, earlier the turn towards glory happened in the semi-final when Jemima Rodriguez anchored an astounding chase against defending champions Australia. സോ സെമി ഫൈനലിലാണ് വിജയത്തിലേക്കുള്ള ആ ഒരു വലിയ വഴിത്തിരിവ് ഉണ്ടായത് ഇന്ത്യൻ ടീമിന്. നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ഓസ്ട്രേലിയക്കെതിരെ ജമീമ റോഡ്രിഗസ് എന്ന പ്ലെയർ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു റൺ ചേസ് ആണ് നയിച്ചത്. സോ ആങ്കേർഡ് എന്ന് പറഞ്ഞാൽ ടീമിനെ നയിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. ആങ്കേർഡ്. അസ്റ്റോണ്ടിങ് ചേസ് എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള റൺ ചേസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഡിഫെൻഡിങ് ചാമ്പ്യൻസ് എന്ന് വെച്ചാൽ നിലവിലെ ആ ഒരു ചാമ്പ്യന്മാർ. Her unbeaten 127 is one of the greatest knocks in ഇന്ത്യൻ ക്രിക്കറ്റിംഗ് ഹിസ്റ്ററി. അപ്പം ജമീമയുടെ ആ ഒരു 127 റൺസ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിലെ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, അൺബീറ്റൺ എന്ന് വെച്ചാൽ പുറത്താകാതെ നേടിയ ആ ഒരു 127 റൺസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അൺബീറ്റൺ. നോക്ക് എന്ന് വെച്ചാൽ ഇന്നിങ്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. If India performed the giant killing act towards the climactic phase,
So too did South Africa, as England discovered in the semi-finals. So ടൂർണമെൻറ്റിൻ്റെ ആ ഒരു നിർണായകമായിട്ടുള്ള ആ ഒരു ഘട്ടത്തിൽ, ആ ഒരു പോയിന്റിൽ ഇന്ത്യ ആ ശക്തമായിട്ടുള്ള എതിരാളികളെ തോൽപ്പിച്ചതുപോലെ തന്നെയാണ് ദക്ഷിണാഫ്രിക്കയെയും സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അതേ കാര്യം തെളിയിച്ചു എന്നാണ് പറയുന്നത്. സോ ജയന്റ് കില്ലിംഗ് ആക്ട് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ശക്തമായ ടീമുകളെ തോൽപ്പിക്കൽ, ശക്തമായിട്ടുള്ള ആ ഒരു ടീമുകളെ തോൽപ്പിക്കൽ. ക്ലിമാറ്റിക് ഫേസ് എന്ന് വെച്ചാൽ നിർണായകമായ ഘട്ടം. ഡിസ്കവേർഡ് എന്നാൽ അനുഭവത്തിലൂടെ മനസ്സിലാക്കി, ഡിസ്കവർ ചെയ്യുക, അനുഭവത്തിലൂടെ മനസ്സിലാക്കി. In skipper Laura Woolward, the Proteas have a splendid batter, and her 2 tons in the semi-final and final were high on class and pugnacity. സോ ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ലോറ വോൾവാട്ടിൻ്റെ രൂപത്തിൽ ആരാണ്? പ്രോട്ടിയസ് എന്ന് ഉദ്ദേശിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ ടീമാണ്. ദക്ഷിണാഫ്രിക്കൻ ടീമിൽ ഒരു മികച്ച ബാറ്ററെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സെമി ഫൈനലിലും അവർ നേടിയ 2 സെഞ്ചുറികളും മികച്ച നിലവാരവും അവരുടെ ആ ഒരു പോരാട്ട വീര്യവും ഒക്കെ പ്രകടമാക്കി. നിങ്ങൾക്ക് അവിടെ ഒരു ആസ്റ്ററിക് കാണാൻ പറ്റുന്നില്ലേ? പ്രോട്ടിയസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്റ്റാർ സിമ്പിൾ. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, താഴെ കൊടുത്തിട്ടുണ്ട് അതിന് താഴെ. ദ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ടീം നെയിം ആഫ്റ്റർ ദ കൺട്രീസ് നാഷണൽ ഫ്ലവർ. സോ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിനെ ദ പ്രോട്ടിയസ് എന്നാണ് വിളിക്കുന്നത്. ആ ഒരു ടീമിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് അവരുടെ നാഷണൽ ഫ്ലവറിൻ്റെ പേരായിട്ടാണ്. ഓക്കെ. സോ സ്കിപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് സ്കിപ്പർ എന്ന് വെച്ചാൽ ക്യാപ്റ്റൻ എന്നാണ്. ഓക്കെ. സ്കിപ്പർ എന്ന് വെച്ചാൽ ക്യാപ്റ്റൻ ആണ്. പ്രോട്ടിയസ് എന്ന് വെച്ചാൽ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിനെ കംപ്ലീറ്റ്ലി പറയുന്ന പേരാണ്, അവരുടെ പേരാണ് പ്രോട്ടിയസ്. സ്പ്ലെൻഡിഡ് ബാറ്റർ എന്ന് വെച്ചാൽ മികച്ച ഒരു ബാറ്റ്സ്മാൻ ഇല്ലേ. ടൺസ് എന്ന് പറഞ്ഞാൽ സെഞ്ചുറിനെയാണ് പറയുന്നത്. ഓക്കെ. 100 റൺസ്. ടൺസ് ഒരു സെഞ്ചുറി, 100 റൺസ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ മികച്ച ഒരു നിലവാരമുള്ളത്. പഗ്നാസിറ്റി എന്ന് വെച്ചാൽ പോരാട്ട വീര്യം ഒക്കെയാണ് ആ ഒരു സെൻറ്റൻസിൽ വരുന്ന വേർഡ്സിൻ്റെ ഡിഫിക്കൽട്ട് വേർഡ്സ്. നെക്സ്റ്റ് സെൻറ്റൻസ്. ബട്ട് ദ ബിഗ്ഗസ്റ്റ് ടേക്ക് അവേ ഈസ് ദിസ്: Indian women have found their place on cricket's biggest stage. സോ എന്നാൽ ഈ ലോകകപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു സന്ദേശം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇതാണ്. എന്താണ്? ഇന്ത്യൻ വനിതകൾ ഇപ്പോൾ ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വേദികളിൽ അവരുടെ ആ ഒരു സ്ഥാനം നേടിയിരിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. സോ ബിഗ്ഗസ്റ്റ് ടേക്ക് അവേ എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഫൗണ്ട് ദെയർ പ്ലേസ് എന്ന് വെച്ചാൽ സ്വന്തം സ്ഥാനം നേടിയിരിക്കുന്നു. ക്രിക്കറ്റ്സ് ബിഗ്ഗസ്റ്റ് സ്റ്റേജ്, ക്രിക്കറ്റിൻ്റെ ബിഗ്ഗസ്റ്റ് സ്റ്റേജ്, ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വേദി. സോ ഇങ്ങനെയാണ് നമ്മളുടെ ആ ഒരു എഡിറ്റോറിയൽ അവസാനിക്കുന്നത്. ഞാൻ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആണ് പറഞ്ഞത്. നിങ്ങൾ ടെക്സ്റ്റ് വെച്ചിട്ട് ഈ ഒരു വീഡിയോ കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഞാൻ അതിനോടൊപ്പം തന്നെ ഓരോ സെൻറ്റൻസിലും വരുന്ന വേർഡ്സിൻ്റെ മലയാളം മീനിങ്ങും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കോമൻസിൽ പറയാനുണ്ട്, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻസിൽ പറയാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.